ഒരു രാത്രിയാമം. ഈ കഥ എഴുതിയത് ഹരിഹരൻ, ന്യൂസിലാൻഡ്. രാത്രിയുടെ ഏതോ യാമത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടു. വെള്ളം കുടിക്കുവാൻ വല്ലാതെ ദാഹിച്ചു. നാക്കെല്ലാം ഉണങ്ങി വരേണ്ടതുപോലെ തോന്നി. തൊണ്ട അടച്ചിരിക്കുന്നു, ശബ്ദം പുറത്തു വരുന്നില്ല. കഴുത്തിലും മുഖത്തും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിരിക്കുന്നു. ആകെ പേടിച്ചൊരു മട്ട്. അല്ല, എന്താ താൻ കണ്ടത്? പേടിച്ച് വിറങ്ങലിച്ചിരിക്കുന്ന ഭാവം. കിടക്കയിൽ നിന്നും സാവധാനം എണീച്ചിരുന്നു. സ്വബോധം വീണ്ടെടുക്കുവാൻ ശ്രമിച്ചു. മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് വെട്ടത്തിൽ കട്ടിലിനരികിൽ ജീരകവെള്ളം പകർന്നു വച്ചിരിക്കുന്ന ഫ്ലാസ്കിൻ്റെ അടപ്പ് തുറന്നു. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചയാൾ ആർത്തിയോടെ കുടിച്ചു. ദാഹം തീരുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കൂടി പകർന്നു കുടിച്ചു. തന്നെ തുറച്ചു നോക്കിയ ചുവന്നു തുടുത്ത ബീഭത്സമായ കണ്ണുകൾ ആരുടേതാണ്? എവിടെയോ കണ്ടുമറന്ന മുഖം. അലക്ഷ്യമായി പാറിപ്പറക്കുന്ന കേശഭാരം, ചുവന്ന ചുണ്ടുകൾ, മാംസലമായ കവിളുകൾ. ആ ചിരിയിലും ബീഭത്സത തോന്നിച്ചു. പല്ലുകൾ തന്നിലേക്ക് നീണ്ടുവരുന്നത് പോലെ തോന്നിയോ? പൊതുവെ ധൈര്യശാലിയായ ശ്യാമപ്രസാദ് ശരിക്കും പേടിച്ചുപോയി. യുക്തി ഭയത്തിന് വഴിമാറി. സമയം നോക്കി പുലർച്ചെ 3 മണിയാകുന്നതേ ഉള്ളൂ. പുലരാൻ ഇനിയും സമയമേറെ. റൂമിൻ്റെ പുറത്ത് ഒരു പദവിന്യാസം കേട്ടുവോ? ആരാ അത് എന്ന് ചോദിക്കാൻ തുനിഞ്ഞ ശ്യാമപ്രസാദിൻ്റെ തൊണ്ട ഇടറി. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും ഒരു ശ്വാനിൻ്റെ നീണ്ട ഓലിയിടൽ അന്തരീക്ഷത്തെ കൂടുതൽ ബീഭത്സമാക്കി. മുറിയാകെ രാത്രിയുടെ ഏതോ യാമത്തിൽ പൂത്തുലഞ്ഞ ഒരു നിശാപുഷ്പത്തിൻ്റെ മാദക ഗന്ധം മണക്കുന്നു. വശ്യമായ ഗന്ധം. കട്ടിലിൽ നിന്ന് എണീറ്റ് ശ്യാം സ്വിച്ചിട്ട് ബൾബ് തെളിയിച്ചു. ബൾബിൻ്റെ അരണ്ട വെളിച്ചത്തിൽ മുറിയാകെ ഒരു പുകമറ ദൃശ്യമായി. ഒന്നും വ്യക്തമല്ല. ജനാല തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് മൂടൽ മഞ്ഞ് അകത്ത് കടന്നതായിരിക്കുമെന്ന് അയാൾ ശങ്കിച്ചു. എങ്കിലും 5 വർഷമായി താൻ ഈ ഹോസ്റ്റൽ മുറിയിൽ താമസിക്കുന്നു. ഇങ്ങനെ ഒരു അനുഭവം ഇതാദ്യം. വീണ്ടും ഒരു പദവിന്യാസം കേട്ടുവോ? അതെ, കേട്ടു. ശരിക്കും കേട്ടു. ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് ആരുടെ കാലോച്ചയാണ് കേട്ടത്? എങ്കിലും മുറിയുടെ വാതിൽ തുറന്നു നോക്കുവാൻ ആർജിച്ചു വെച്ച ധൈര്യം പോരാ എന്ന തോന്നൽ. അവധിക്ക് നാട്ടിൽ പോയി മടങ്ങുന്ന കൂട്ടുകാരിൽ ചിലർ അടുത്ത ദിവസത്തെ ക്ലാസ് മിസ്സാവാതിരിക്കാൻ ദീർഘയാത്ര ചെയ്ത് അസമയത്ത് ഹോസ്റ്റൽ വന്ന് എത്താറുണ്ട്. ഇനി അവരിൽ ആരുടെയെങ്കിലും ആയിരിക്കുമോ താൻ കേട്ട കാലോച്ച? ഒന്നും ഉറപ്പില്ല. എന്തായാലും ശ്യാം ശരിക്കും വിരണ്ടു. ഉറക്കവും നഷ്ടപ്പെട്ടു. ഇനി കിടന്നാലും ഉറക്കം വരുമെന്ന് തോന്നില്ല. പുറത്ത് നല്ല മഞ്ഞുണ്ട്. എങ്കിലും തൻ്റെ ദേഹം മുഴുവൻ നല്ലപോലെ വീർത്തിരിക്കുന്നു. ശ്യാം ജനാലപ്പാളികൾ അടച്ചു കൊളുത്തിട്ട് വീണ്ടും കട്ടിലിൽ വന്ന് കിടന്നു. തൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്ത് കേട്ടുവോ? ഒരു മിസ്ഡ് കാൾ. അയാൾ ഫോൺ കയ്യിലെടുത്ത് മിസ്ഡ് കാൾ ചെക്ക് ചെയ്തു. അറിയാത്ത നമ്പർ. ഈ സമയത്ത് ആരാ തന്നെ വിളിക്കാൻ? റോങ് നമ്പർ ആയിരിക്കുമോ? അങ്ങനെ ശങ്കിച്ചു നിൽക്കെ അതാ വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നു. ഇത്തവണ 3 പ്രാവശ്യം റിങ് ചെയ്ത് നിന്നു. പുറത്ത് പദവിന്യാസവും അകത്തകത്ത് മിസ്ഡ് കോളും. ശ്യാം ശരിക്കും വരണ്ടു. ആരോ തന്നെ ബന്ധപ്പെടുവാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതായി തോന്നി ശ്യാമിന്. ഭീതിപ്പെടുത്തുന്ന പല ചിന്തകളും മനസ്സിൽ തോന്നി തുടങ്ങി. തലയിൽ 2 കൈകളും താങ്ങി ശ്യാം കട്ടിൽ ചമ്രം പിടിച്ചിരുന്നു. ഭയം തന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. വീണ്ടും പദവിന്യാസം. ജനലയുടെ അരികിൽ കേട്ടുവോ? അതാ വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നു. ഇത്തവണ നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ കയ്യിലെടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഉൾഭയം ശ്യാമിനെ ആ ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. അലഞ്ഞു തിരിയുന്ന തെരുവുനായ്ക്കളുടെ ഓലിയുടെ ശബ്ദം വീണ്ടും അസ്വസ്ഥത ഉളവാക്കി. റൂമിൽ പതിയെ ഇരച്ചു കയറുന്ന വെളുത്ത കോടമഞ്ഞും അരണ്ട വെളിച്ചത്തിൽ പുകമറ സൃഷ്ടിച്ചു. ഇതാരാ ഈ സമയത്ത് തന്നെ വിളിക്കുവാൻ? ധൈര്യം സംഭരിച്ചു. ഫോൺ കയ്യിലെടുത്ത് സംസാരിക്കാൻ മുന്നോട്ടായവേ പുറത്തുനിന്നും പതിഞ്ഞ സ്വരത്തിൽ ഒരു ശാസന പോലെ, നീ എന്താടാ ഫോൺ എടുക്കാത്തത്? എടാ, ഇത് ഞാനാ. വാതിൽ തുറക്ക്. പുറത്ത് നല്ല തണുപ്പുണ്ട്. ദേഹം വിറയ്ക്കുന്നു. വാതിൽ തുറക്ക്. ഞാനോ? ആരായി ഞാൻ ഈ സമയത്ത്? നിനക്കാള് മാറിയതാണ്. ശ്യാം മനസാന്നിധ്യം വീണ്ടെടുത്ത് മറുപടി പറഞ്ഞു. ആള് മാറിയതൊന്നുമല്ല മോനെ. നിന്നെ കാണാൻ തന്നെയാണ് ഞാൻ ഈ രാത്രി ഈ സമയത്ത് തണുപ്പത്ത് വന്നത്. നല്ല സ്വയംഭം സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. നീ വാതിൽ തുറന്ന് വേഗം മണിത്തറയിൽ വാ. അവിടെ നല്ല നിലാവാണ്. അവിടെ ആകെ വിജനം, നിശബ്ദം. അവിടെ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നീ വന്നാൽ മാത്രം മതി. ഇപ്പോൾ നല്ല വൈബാണ് അവിടെ. നീയും ഞാനും മാത്രം. രാത്രിയുടെ ഈ അന്തിമയാമം മണത്തും വലിച്ചും കുടിച്ചും കുത്തിവെച്ചും ഉന്മാദലഹരിയിൽ ആനന്ദിച്ചാറാടാം. ഈ ഉന്മാദയാമം നമുക്കിരുവർക്കും മാത്രം സ്വന്തം. വാ, കതക് തുറന്ന് പുറത്തേക്ക് എൻ്റെക്ക് അടുത്തു വാ. വേഗം വാ. എങ്കിലും ഞാൻ ആരാണെന്ന് നീ ചോദിച്ചുവല്ലോ. എങ്കിലും നീ അത് എന്നോട് ചോദിച്ചുവല്ലോ. എന്നെ നീ ഒട്ടും അറിയാത്തതുപോലെ എനിക്ക് സഹിക്കുവാനും അപ്പുറമാണ്. ഒരശരി പോലെ കേട്ട അപ്രതീക്ഷിത സ്ത്രീ ശബ്ദം.
ശ്യാമിനെ അടിമൂടി സ്തംഭിപ്പിച്ചു. ഭയാവിഹുലനായ അയാൾ ഞെട്ടിവിറച്ചു. കമ്പിളിപ്പുതപ്പിനുള്ളിൽ അഭയം തേടി. മനോനില വീണ്ടെടുത്ത ശ്യാം മനസ്സിൻ്റെ നിയന്ത്രണം ആർജിച്ച് കൈവന്ന ആത്മധൈര്യം അയാളെ യുക്തിപൂർവ്വം ചിന്തിപ്പിച്ചു. ഏതായി ശബ്ദം? പണ്ടെങ്ങാണ്ടോ കേട്ടു മറന്നുപോലെ തോന്നുന്നു. മുൻപ് കേട്ട് പരിചയിച്ച സ്വരവീജികൾ. 3 വർഷങ്ങൾക്ക് മുൻപേ നിലച്ചുപോയ ശബ്ദമല്ലേ ഈ കേട്ടത്? ഇവളുടെ ശബ്ദം ഞാൻ അറിയും. ഇവളെയും ഞാൻ അറിയും. ഓർമ്മയുടെ കയങ്ങൾ ചികഞ്ഞപ്പോൾ പൊന്തി വന്നു അവളുടെ ഓർമ്മകൾ. അവളല്ലേ? അതെ, ബാലാമണി. അതേ ശബ്ദം, അതേ വിളി. ഒരു നടുക്കത്തോടെ അയാൾ അവളെ ഓർത്തു. ഇവൾ ഇവിടെ? എങ്ങനെ? എന്തിന്? ഫോൺ നിശബ്ദം. ശ്മശാനത മൂകത താളം കിട്ടുന്ന നിമിഷങ്ങൾ. അവളുടെ ശാസന സ്വരങ്ങൾ തേങ്ങലായി രൂപാന്തരപ്പെട്ടു. തൊണ്ട ഇടറി വിതുമ്പി കരയുന്ന പോലെ അയാൾക്ക് കേട്ടു. വാതുക്കളിൽ നിന്ന് അകന്നുപോകുന്ന കാലൊച്ചകൾ. മാറിപ്പോകുന്ന അവ്യക്ത രൂപം കണ്ടു. സൂചനാത്മകമായി ഓലിയിടുന്ന ശ്വാനിൻ്റെ നേർത്ത കുരയും അകന്നു പോകുന്ന പോലെ കേൾക്കുന്നു. ഏതോ പാതിരാക്കോഴിയുടെ അവ്യക്ത കുജനം അയാൾക്ക് കേൾക്കാനായി. മൂടൽമഞ്ഞും ഉരുകിപ്പോയതുപോലെ തോന്നി. പാതിരാപ്പൂവിൻ്റെ വശ്യഗന്ധവും മാഞ്ഞുപോയി. തൻ്റെ കൂടെ ഫസ്റ്റ് DC കൂടെ പഠിച്ച ബാലാമണിയല്ലേ അവൾ? ചില ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു പോയ ബാലാമണി. കൊന്നതാണോ കെട്ടിത്തൂങ്ങിയതാണോ എന്ന് ദുരൂഹത വിട്ടുമാറാത്ത ബാലാമണിയുടെ തീരോധാനം അവളെ ചുറ്റിപ്പറ്റി കെട്ടഴിയാതെ നിൽക്കുന്നു. കോളേജ് വളപ്പിലെ ഒഴിഞ്ഞ കോണിൽ ഹോസ്റ്റലിനോട് ചേർന്ന് ചാഞ്ഞു നിൽക്കുന്ന ചീലാന്തി മരക്കൊമ്പിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ട അവളുടെ മൃതദേഹം അന്ന് കണ്ട് ഞെട്ടിയവരിൽ താനുമുണ്ടായിരുന്നു. പോലീസും കേസും കോടതിയുമായി തുടരുന്ന അവളുടെ മരണം ഇന്നും ഒരു സമസ്യയായി തുടരുന്നു. അവൾ താമസിച്ച 6-ാം നമ്പർ മുറി ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുന്നു. അവളുടെ മരണം അറിഞ്ഞു വരുന്നവരാരും ഹോസ്റ്റൽ ആ മുറിയിൽ തങ്ങില്ല. അങ്ങനെ അറിയാതെ തങ്ങുന്നവർ അവളുടെ ദുരൂഹ മരണം കേട്ടറിയുമ്പോഴേക്കും പല കാരണങ്ങൾ പറഞ്ഞ് മാറിപ്പോകും. ഇതൊരു പതിവായി ഇപ്പോഴും തുടരുന്നു. ചില പ്രത്യേക ദിവസങ്ങളായാൽ ബാലാമണിയുടെ പ്രേതാത്മാവ് ചീലാന്തി മരച്ചുവട്ടിലും അവൾ താമസിച്ചിരുന്ന മുറിയിലും സമീപത്തെ മെൻസ് ഹോസ്റ്റൽ പരിസരത്തും അലഞ്ഞു തിരിയാറുണ്ടെന്ന് താമസക്കാരായ ചില ഹോസ്റ്റൽ കുട്ടികൾ വിശ്വസിക്കുന്നു. ഹോസ്റ്റൽ വാർഡൻ ഒരു വെള്ളിയാഴ്ച ദിവസം അത്താഴത്തിന് ചെന്നപ്പോൾ ബാലാമണി ഡൈനിങ് ഹാളിന് പുറത്ത് തന്നെ നോക്കി മാടി വിളിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. ബാലാമണിയുടെ മരണശേഷം അവൾ താമസിച്ചിരുന്ന 6-ാം നമ്പർ മുറി മണിമുറിയായും കെട്ടിത്തൂങ്ങി നിന്ന് ശീലാന്തി മരച്ചുവട് മണിത്തറയായും അറിയപ്പെടുന്നു. മെൻസ് ഹോസ്റ്റലിനും ലേഡീസ് ഹോസ്റ്റലിനും ഇടയ്ക്കാണ് മണിത്തറ. എങ്കിലും കതക് തുറന്ന് പുറത്തേക്ക് ചെല്ലുവാൻ തീരെ ധൈര്യം പോരാ എന്ന് മനസ്സിലാക്കിയ ശ്യാം അവളെക്കുറിച്ചുള്ള ഓർമ്മകളെ ചികഞ്ഞു പരിശോധിച്ചു. ഡിഗ്രി 1-ാം വർഷം തുടങ്ങിയതേ ഉള്ളൂ. +2 മുതൽ ഒന്നിച്ചൊരു ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇരുവരും. പഠിക്കാനും പാടാനും ബഹുമെടുക്കുകയാണ് അവൾ. എത്രയെത്ര യുവജന വേദികൾ ഒന്നിച്ചു പാടിയിരിക്കുന്നു. ഇരുവരും എത്രയെത്ര യുഗ്മഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു. ഇരുവരും നേട്ടങ്ങളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ പെയ്തിറങ്ങിയ കലാലയ ജീവിതം പൊടുന്നനവെ മതിയാക്കി അവളെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ച ഘടകമെന്തെന്ന് എത്ര ആലോചിച്ചിട്ടും ശ്യാമിന് മനസ്സിലായിട്ടില്ല. ഇതുവരെയും ഒരു സൂചനയും തരാതെ അവൾ അങ്ങ് പോയി. എന്തിന്? മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പരിചിതമായ മണിത്തറയിലിരുന്ന് സംസാരിക്കവേ അവൾ പറഞ്ഞ ചില സംഭാഷണ ശകലങ്ങൾ ശ്യാം ഓർത്തെടുത്തു. എടാ ശ്യാം, എനിക്കൊരു 7,000 രൂപ വേണം. നീ എന്നെ ഒന്ന് സഹായിക്കണം. നിനക്കെന്തിനാടി മോളെ ഇപ്പോൾ 7,000 രൂപ? സെമസ്റ്റർ ഫീസിന് സമയമായില്ലല്ലോ. എടാ, അത്യാവശ്യം കുറേ മരുന്ന് മേടിക്കാനാ. ഉണ്ടെങ്കിൽ താ. നിവൃത്തിയോട് കൊണ്ട് ചോദിക്കുകയാണ്. തിരിച്ചു തരാം. ഒരു പക്ഷേ തിരിച്ചു തരാത്ത പക്ഷം നീ എന്നെ ശപിക്കില്ലല്ലോ? അവൾ തുടർന്നു. മരുന്നോ? ആർക്കാ സുഖക്കേട്? ശ്യാം അതിശയത്തോടെ അവളോട് ചോദിച്ചു. എടാ, സുഖവും അസുഖമെല്ലാം എനിക്ക് തന്നെയാണ്. ഈ മരുന്നിനൊക്കെ തീ പിടിച്ച വിലയാണിപ്പോൾ. എളുപ്പം കിട്ടാനുമില്ല. ഇത് തന്നെ എത്ര പാടുപെട്ടാണ് ഞാൻ സംഘടിച്ചതെന്ന് നിനക്കറിയാമോ? അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി കടക്കണ്ണെറിഞ്ഞു മൊഴിഞ്ഞു. അവൾ അവൻ്റെ കവിൾ ചെറുതായി നുള്ളി നോവിച്ചിട്ട് മൊഴിഞ്ഞു. എടാ മോനെ, നീ എൻ്റെ ക്രഷല്ലേ. നിനക്കും കൂടി വേണ്ടിയാണ് ഞാൻ ഈ പാടുപെടുന്നത്. നീ അത്രമാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് അവൾ ഏളിയിൽ നിന്ന് എടുത്ത ഒരു ചെറിയ പൊതി തുറന്ന് കാണിച്ചു കൊടുത്തു. യുവതയുടെ സ്വർഗ്ഗകവാടം തുറക്കുന്ന താക്കോൽ പഴുതുകൾ. പല രൂപത്തിൽ മണക്കാനും വലിക്കാനും ഞരമ്പുകളിൽ കുത്തിവെക്കാനുമുള്ള തൂവുള്ള ഹാഷിഷ് പൊടിയായും കഞ്ചാവ് ബീഡിയായും മരിജുവാന ഇഞ്ചക്ഷൻ വയലായും ലഹരി മരുന്നുകൾ കൺമുമ്പിൽ. ലഹരി, ഉന്മാദ ലഹരി നുണയുവാനുള്ള ഉപാധികൾ സുലഭം അവളുടെ മൃദുകരങ്ങളിൽ. കമ്പിളിപ്പുതപ്പിൻ്റെ ഊഷ്മളതയിൽ ശ്യാം എപ്പോഴും ഉറങ്ങിപ്പോയി. അലാറം ബെല്ലടി കേട്ടാണ് ഉണർന്നത്. ബെല്ലമർത്തി അലാറം നിർത്തി. എണീറ്റ് മുഖം കഴുകി ചായ കുടിക്കാൻ ഹോസ്റ്റൽ ക്യാൻറ്റീൻ ചെല്ലവേ മണിത്തറയിൽ ആരോ തിരിഞ്ഞിരിക്കുന്നതായി തോന്നി. അതെ, ഒരു സ്ത്രീരൂപം. വെളുത്ത വസ്ത്രധാരിയായ സുന്ദരിയായ സ്ത്രീരൂപം. മുടിയാകെ അഴിച്ചിട്ടിരിക്കുന്നു. അവ തണുത്ത ചെറുകാറ്റിൽ അലക്ഷ്യമായി പാറിപ്പറക്കുന്നു. ശ്യാം നടത്തം സാവധാനം നിർത്തി. അവിടെ നിന്നു. ആ സമയത്തൊന്നും മണിത്തറയിൽ ആരും വന്നിരിക്കുന്ന പതിവില്ല. അവളെ കടന്നു വേണം ക്യാൻറ്റീനിൽ ചെല്ലുവാൻ. ശ്യാമിൻ്റെ ഉൾമനസ് അവനോട് മന്ത്രിച്ചു. ഇതവൾ തന്നെ, ബാലാമണി. ശ്യാമിൻ്റെ കാലൊച്ച നിന്നപ്പോൾ അവൾ അവനെ തിരിഞ്ഞു നോക്കി. കൈ മാടി മാടി വിളിച്ചു.
മറ്റേ കൈയിൽ നിറയെ അവൾ ഒരിക്കൽ തന്നെ കാണിച്ച വെളുത്ത പൊതികൾ, അതെ, ലഹരി പൊതികൾ. പേടിച്ചിരണ്ട ശ്യാം പൊടുന്നനവെ തിരിഞ്ഞ് തൻ്റെ റൂമിലേക്ക് ഓടിക്കയറി. വാതിലടച്ചു, സാക്ഷയിട്ടു. ജനൽപ്പാളികൾ തുറന്ന് ശ്യാം മണിത്തറയിലോട്ട് കണ്ണോടിച്ചു. അവളെ ഇപ്പോൾ കാണാനില്ല. കടുത്ത കർക്കിടപ്പെയ്ത്തിൽ പ്രകൃതിയാകെ കലിതുള്ളി നിൽക്കുന്നു. കിഴക്കേ ചക്രവാള സീമയിൽ ഉയർന്നിൽക്കുന്ന മലനിരകൾക്കിടയിൽ കൂടി പ്രഭാതരശ്മികൾ വരുന്നതേയുള്ളൂ. പെട്ടെന്ന് അന്തരീക്ഷമാകവേ ഇരുണ്ടു. ശക്തമായ കാറ്റിൻ്റെ തള്ളലിൽ ജനൽപ്പാളികൾ അകത്തോട്ട് ശബ്ദത്തോടെ വലിഞ്ഞടച്ചു. പാളികൾ വീണ്ടും തുറന്ന് ശ്യാം പുറത്ത് ചുറ്റും കണ്ണോടിച്ചു. അകലെ മലമുകളിൽ കറുത്തിരുണ്ട കാർമേഘങ്ങൾ കൂട്ടം കൂട്ടമായി ബാലാർക്കനെ മറച്ച് എവിടെ നിന്നോ ഒരു തീവ്ര കൊള്ളിയാൻ മാരകപ്രഹര ശക്തമായി കടന്നുപോയി. മേഘങ്ങൾ ഉരസുന്ന ശബ്ദം ഭയാനകം. നോക്കി നിൽക്കെ ഉരുണ്ടുകൂടിയ കാർമേഘത്തുണ്ടുകൾ ആകാശം നിറയെ ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ തോന്നി. അങ്ങിങ്ങായി ചിതറിയ കാർമേഘത്തുണ്ടുകൾ അലക്ഷ്യമായി വിരിച്ചിട്ട് മുടിയിഴകൾ പോലെ കണ്ടു. വീണ്ടും വീണ്ടും തന്നെ തുറിച്ചു നോക്കുന്ന രക്തമില്ലാത്ത വരണ്ട 2 കണ്ണുകൾ, ഉയർന്ന നാസിക, വക്രദംഷ്ടങ്ങൾ ചുണ്ടുകൾക്കിടയിൽ കൂടി പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അവളുടെ കൈകൾ പിന്നെയും തന്നെ മാടി വിളിക്കുന്നു. കഞ്ചാവിനും ഹാഷിഷിനും മരിജുവാനയ്ക്കും അടിമപ്പെട്ടു പൈശാചിക ശക്തി കൈവരിച്ച ഒരു മൃഗീയ രൂപം തന്നെ തുറിച്ചു നോക്കി ഭയപ്പെടുന്നത് പോലെ. ശ്യാം ജനൽപ്പാളികൾ ശക്തമായി അടച്ചു, കൊളുത്തിട്ടു, കട്ടിലോട്ട് മറിഞ്ഞു. ഈ കഥ ഇവിടെ